നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം. ബീഡി തൊഴിലാളി പ്രക്ഷോഭം തുടങ്ങി. ജില്ലയിൽ സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച്. വിവാഹ ഏജന്റുമാർക്കും ഏജൻസികൾക്കും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. നഗരപാതകളും ഗ്രാമപാതകളും താണ്ടി റിച്ചു ബസ് ഓടുന്നു. അനൈമോന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ. മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ പ്രസിഡന്റായി വി രമേശൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് സ്വീകരണം. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം. കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഫ്ലാഷ് മോബ്. അസംബ്ലി മണ്ഡലങ്ങളിൽ കലാസംഘത്തിന്റെ പര്യടനം. കോട്ടച്ചേരി മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം. BMS സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ വിശദമായി. റിച്ചു ബസ് ഓടുന്നു. അനൈമോന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ. ഒപ്പം കൈകോർക്കാൻ നാടും ജനങ്ങളും. മജ്ജയിൽ അർബുദം ബാധിച്ചു ചികിത്സയിൽ കഴിയുന്ന 3.5 വയസ്സുകാരൻ അനൈമോന്റെ ചികിത്സാ ചെലവിലേക്കുള്ള തുക കണ്ടെത്തുന്നതിനായാണ് റിച്ചു ബസ് യാത്ര തുടങ്ങിയത്. കാഞ്ഞങ്ങാട് പാണത്തൂർ റൂട്ടിലോടുന്ന റിച്ചു ബസ്സാണ് അനൈമോന്റെ ജീവന് വേണ്ടിയുള്ള തുകയ്ക്കായി ഒരു ദിവസത്തെ സർവീസ് നടത്തുന്നത്. അനൈമോന്റെ ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ഇന്നത്തെ യാത്ര എന്നറിയിച്ചുകൊണ്ട് ബാനറുകളും ബസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തെ നമ്മൾ ഇതിന് ഫണ്ട് ചെയ്ത് തുടങ്ങേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ കുറേ ലേറ്റായി പോയി. നമ്മുടെ ശമ്പളം നമ്മളെ കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ചെയ്യാന്ന്. കാഞ്ഞങ്ങാട് നിന്നും ആരംഭിച്ച ബസ് യാത്ര കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മെട്രോ ക്ലബിന്റെ പ്രവർത്തകർ അനൈമോനു വേണ്ടി ധനസഹായം നൽകി. വഴിയിലുടനീളം നൽകിയ സ്വീകരണങ്ങളും യാത്രക്കാരുടെ അകമഴിഞ്ഞ സംഭാവനകളും ലഭിച്ചതോടെ ബസ് സർവീസ് പുതിയ അനുഭവമായി. കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാനായി 20 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിലെ ചികിത്സയ്ക്ക് തന്നെ ലക്ഷങ്ങൾ ചെലവായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന അനൈമോന്റെ കുടുംബത്തിന് സാന്ത്വനം പകർന്നുകൊണ്ടാണ് നാടൊന്നാകെ സഹായവുമായി എത്തുന്നത്. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം. ബീഡി തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഹൊസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, ബീഡിക്ക് 14% അധിക നികുതി ഏർപ്പെടുത്തിയത് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത്. ഹൊസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അവസ്ഥയാണ് ഈ പാവപ്പെട്ട പദ്ധതിക്കൂലി വാങ്ങിച്ച് നിത്യജീവിതം കഷ്ടപ്പെട്ട് മുന്നോട്ട് നയിക്കുന്ന ഈ പാവപ്പെട്ട ഒരു തൊഴിലാളികളെ സംരക്ഷിക്കാൻ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഈ സമയത്തിൽ കൂടി ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭ സമയം ഇനിയും തുടർന്ന് നടത്താൻ നാം നിർബന്ധിതരാണ്. P. ശാന്തകുമാരി അധ്യക്ഷയായി. TV അമ്പാടി, T. കുട്ട്യൻ, M. ഗംഗാധരൻ, T. കാര്യമ്പു, K. പൊക്ലൻ, P. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കുന്നുമ്മൽ NSS കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു.
ഏപ്രിൽ 27, 28 തീയതികളിലായി തൃശൂരിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നത്. വിവാഹ ഏജൻസികൾക്കും വിവാഹ ഏജന്റുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ എന്ന പേരിലൊരു സംഘടന രൂപീകരിക്കുന്നതിനേക്കാളുപരി നിങ്ങൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റിയവരാണ്. തങ്ങളുടെ മകനോ മകളോ വിവാഹപ്രായം എത്തുമ്പോൾ തങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ വിവാഹദല്ലാൾ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ പല മാട്രിമോണി വിഭാഗത്തിലുള്ള സംഘടനകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കുള്ള അത്ര സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ സുനിൽകുമാർ പി അധ്യക്ഷനായി. PG ദേവ്, സത്യനാഥ്, യൂസഫ് ഹാജി, കുഞ്ഞുണ്ണി, സുന്ദരൻ TP, സണ്ണി T കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശാന്ത P സ്വാഗതം പറഞ്ഞു. സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് ഫ്ലാഷ് മോബ് അരങ്ങേറി. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ കലാസംഘം പര്യടനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായി പബ്ലിക് റിലേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സംഘം പര്യടനം നടത്തുന്നത്. ലഘുനാടകങ്ങൾ, നൃത്തശില്പം, ഗാനങ്ങൾ തുടങ്ങിയവ ഫ്ലാഷ് മോബിൽ ഉൾപ്പെടുത്തിയിരുന്നു. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, പാലക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബുകൾ അവതരിപ്പിച്ചു. ശനിയാഴ്ച കാസർഗോഡ് കുമ്പളയിലും പരിപാടി അവതരിപ്പിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വയനാട് ജില്ലയിൽ സംഘം പര്യടനം നടത്തും. മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വി രമേശന് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശിന് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ മഹ്മൂദ് മുറിയനാവി അധ്യക്ഷനായി. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ അവസരത്തിൽ നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് അത് അഭിമാനകരമായൊരു നേട്ടമാണ്. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ചിലപ്പോൾ ഒരു ചർച്ചയാവാം, ആരാണ് ചേംബർ ഓഫ് ചെയർമാൻ എന്ന് ഒരു ചർച്ച വരുമ്പോൾ അത് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർമാനായ വി രമേശൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കാഞ്ഞങ്ങാട്ടുകാർക്ക് ഒരു അഭിമാനം തന്നെയാണ്. വാർഡ് കൗൺസിലർമാരും നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് ചെയർമാന് സ്വീകരണം ഒരുക്കിയത്. അജയ് കുമാർ നെല്ലിക്കാട്ട്, MM നാരായണൻ, അബ്ദുൾ റസാഖ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നബാർഡ് സഹായത്തോടെ 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടോദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു.
അതെവിടെയെങ്കിലും ഒരു ചുരുങ്ങിയ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനേക്കാൾ വളരെ വിപുലമായ വിധത്തിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ തീരാ ദുഃഖമായി അത് നിലനിൽക്കുകയാണ് എന്ന വസ്തുതയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അത്തരമൊരവസ്ഥ നിലനിൽക്കുന്ന ഈ ജില്ലയിൽ നബാർഡിൻ്റെ ഒരു വലിയ സാമ്പത്തിക സഹായം ഉണ്ടാകണം വിവിധ ആവശ്യങ്ങൾക്കെന്ന രീതിയിൽ നബാർഡ് ദേശീയ അടിസ്ഥാനത്തെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ സെമിനാർ ഹാൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം എം കേളു പണിക്കർ ചടങ്ങിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ വെള്ളിക്കോത്ത് ഉപഹാരം വിതരണം ചെയ്തു. വാർഡ് അംഗങ്ങളായ ടി ശാന്തകുമാരി, പി എ ശകുന്തള, വി ഓമന, എ കൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ എബ്രഹാം വർഗീസ്, എ തമ്പാൻ, ടി കുഞ്ഞിക്കോരൻ, കെ പവിത്രൻ, കെ രാജേന്ദ്രൻ, ബി ബാലകൃഷ്ണൻ, ബി മോഹനൻ, പി എസ് സുഷമകുമാരി, പി ടി എ പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടച്ചേരി മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം BMS ഓട്ടോ തൊഴിലാളി യൂണിയൻ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. BMS ഓട്ടോ തൊഴിലാളി യൂണിയൻ സമ്മേളനം കുന്നുമ്മൽ IMA ബാങ്ക് ഹാളിൽ നടന്നു. കോട്ടച്ചേരി മേൽപ്പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമ്മേളനം നടന്നത്. BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഭാരതത്തിലെ തൊഴിലാളി രംഗത്തടക്കം ഭാരതത്തിലെ എല്ലാ രംഗങ്ങളിലും സർവ്വരംഗങ്ങളിലും അതിശക്തമായിട്ടുള്ള സംഘടന എന്ന രീതിയിൽ ഇന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു ആദർശത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം കേവലം ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ മാത്രമല്ല, മഹത്തായിട്ടുള്ള ഒരു ആദർശം, ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ആ ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ് നമ്മളെല്ലാവരും. മുനിസിപ്പൽ പ്രസിഡന്റ് HV ദാമോദര അധ്യക്ഷനായി. BMS ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ, മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KV ബാബു, ഭരതൻ കല്യാൺ റോഡ്, സത്യനാഥൻ, ദാമു എണ്ണപ്പാറ, ഗോപി, രാഘവൻ എന്നിവർ സംസാരിച്ചു. കുഞ്ചത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന ഒരാളുടെ നില ഗുരുതരം. ഇയാളെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലായിരുന്നു അപകടം. മംഗലാപുരത്തു നിന്നും ഉപ്പളയിലേക്ക് വരികയായിരുന്ന ആൾട്ടോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിനടിയിൽപ്പെട്ട ഉപ്പള ഇദായത്ത് നഗറിലെ ഷെരീഫിന്റെ നില ഗുരുതരമാണ്. ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാർ പൊട്ടിപ്പൊളിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് വാർഷിക സമ്മേളനം സമാപിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ യൂണിറ്റ് സമ്മേളനം തുടങ്ങി. ചെമ്മട്ടംവയൽ യൂണിറ്റ് സമ്മേളനം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണസമിതി എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. നിയമസഭയുടെ B ടീം അല്ല നഗരസഭ. നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഉൾപ്പെടെയുണ്ട്, പറയുന്നതിന് എന്തൊരു തെറ്റില്ല. നിയമസഭയുടെ B ടീമല്ല. നഗരസഭ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പരിഹാരം കാണുന്ന കാര്യം. അവിടെ രാഷ്ട്രീയം പറഞ്ഞാൽ നാട്ടിൽ വികസനം ഉണ്ടാവില്ല. നിയമസഭയിൽ രാഷ്ട്രീയം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അത് അതിൻ്റെ വഴിക്ക് നടക്കേണ്ടതാണ്. പക്ഷെ നഗരസഭക്കകത്ത് രാഷ്ട്രീയം കളിച്ചാൽ നാട്ടിൽ പെൻഷൻ കിട്ടുന്നവർക്ക് കിട്ടില്ല. P കൃഷ്ണൻ നായർ അധ്യക്ഷനായി. V കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. A നാരായണൻ, ദിവാകരൻ നായർ, ജയതിലകൻ, PK ജയപ്രകാശ്, TV നാരായണൻ, K രാധ തുടങ്ങിയവർ സംസാരിച്ചു. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് BD തൊഴിലാളികൾ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CITU നേതൃത്വത്തിലായിരുന്നു മാർച്ച്. BD ലേബർ യൂണിയൻ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. BD തൊഴിലാളികളുടെ കൂലി റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുക, BDക്ക് ചുമത്തിയ അധിക നികുതി പിൻവലിക്കുക, മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഗവൺമെന്റ്സുമായി ബന്ധപ്പെടുന്ന തീരുമാനമാണ് സുപ്രധാനമല്ല. ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു ഇന്ത്യയിലെ തൊഴിലാളിക്ക് ജീവിക്കാൻ, 3 അംഗമുള്ള ഒരു തൊഴിലാളിക്ക് 1 മാസം ജീവിക്കാൻ, അവൻ ആരോഗ്യം നിലനിർത്താൻ, നാളെ ഇന്നത്തെ പോലെ നാളെയും വീട് തീർക്കാൻ ആവശ്യമായ ആരോഗ്യം നിലനിർത്താനും
വീട്ടിലെ കുട്ടികളെയും ഭാര്യയും മക്കളെയും പോറ്റാനും ആവശ്യമായ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ പോറ്റാൻ ആവശ്യമായ കൂലി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മാസം 20,386 എന്നൊരു തൊഴിലാളിക്ക് കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ കഴിയുമെന്ന് നിയമപരമായി പ്രഖ്യാപിച്ച രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ടി മാധവൻ അധ്യക്ഷത വഹിച്ചു. എ നാരായണൻ, കെ ഭാസ്കരൻ, കെ കുഞ്ഞിരാമൻ, വി സുരേന്ദ്രൻ, എം സരോജിനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോവാൽപ്പള്ളി ശ്രീ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം 28-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊവ്വൽപ്പള്ളി ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം 28-ന് രാവിലെ 9:30 നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും. ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് സ്കൂളിൻ്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്നത്. സിൽവർ ജൂബിലി ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത് മുൻ കൗൺസിലർ എം മാധവൻ ചെയർമാനായ സംഘാടക സമിതിയാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ എം മാധവൻ, PV നാരായണൻ, KG പ്രഭാകരൻ, K അംബുജാക്ഷൻ, CN ഭാരതി എന്നിവർ സംബന്ധിച്ചു. പല കേസുകളിലായി പിടിച്ചെടുത്ത വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുകയാണ് ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളും. നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിസരത്തും നിരവധി വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പിടിച്ചെടുത്ത വാഹനങ്ങൾ ലേലം ചെയ്ത് നൽകുന്നതിന് അധികാരികൾ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. കാഞ്ഞങ്ങാട് നീലേശ്വരം ദേശീയപാതയോരത്താണ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതെങ്കിലും പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താണെന്നാൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കൊണ്ട് സ്റ്റേഷൻ പരിസരം നിറഞ്ഞിരിക്കുകയാണ്. വാഹന പരിശോധനയിലൂടെയും മറ്റും പിടിച്ചെടുക്കുന്ന മോട്ടോർ ബൈക്കുകളും ലോറിയും ഉൾപ്പെടെ 50ഓളം വാഹനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലും സ്റ്റേഷനു മുന്നിലെ ദേശീയപാതയോരത്തും മാസങ്ങളോളമായി നിർത്തിയിട്ടിരിക്കുന്നത്. ഇതിൽ മിക്കതും അനധികൃതമായി പൂഴി കയറ്റിക്കൊണ്ടുപോകുന്ന ലോറികളാണ്. കാലപ്പഴക്കം കാരണം ഇവയിൽ പലതും തുരുമ്പെടുത്ത് നശിക്കുന്നതല്ലാതെ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ അസൗകര്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ല. ഇത് നീലേശ്വരത്തെ മാത്രം പ്രശ്നമല്ല, ജില്ലയിലെ മിക്ക പോലീസ് സ്റ്റേഷന്റെ സ്ഥിതി ഇതുതന്നെയാണ്. പിടിച്ചെടുത്ത വാഹനങ്ങൾ കാലപരിധി വെച്ച് ലേലത്തിൽ ഇടുകയും തുടർ നടപടിയനുസരിച്ച് മാറ്റുകയുമാണ് ചെയ്യുന്നത്. കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് RDOയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ചേർന്നാണ് ലേലം നടത്തുന്നത്. സ്ഥലസൗകര്യമില്ലാത്ത പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ലേലം വൈകുന്നതോടെ ഇത്തരത്തിൽ വാഹനങ്ങൾ കുന്നുകൂടി അസൗകര്യം സൃഷ്ടിക്കുന്നു. നിയമവ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷൻ പരിസരം ഇത്തരം അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി വൈകുന്നതിൽ അധികൃതരും ദുരിതമനുഭവിക്കുകയാണ്. കളക്ടറുടെ അനുമതിക്കായി നീലേശ്വരം പോലീസ് സ്റ്റേഷൻ അധികൃതരും കാത്തിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭ വർക്കിംഗ് ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് യോഗം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ വി രമേശിന്റെ അധ്യക്ഷതയിൽ നടന്നു. ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രൗഢഗംഭീരമായ സദസ്സ് ഒരേ മനസ്സോടുകൂടി വിചാരിച്ചാൽ എനിക്കുറപ്പുണ്ട്, കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായി കാഞ്ഞങ്ങാടിനെ മാറ്റാൻ നമുക്ക് സാധിക്കും എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കില ഫാക്കൽറ്റി കണ്ണൻ നായർ ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, മഹമ്മൂദ് മുറിയനാവി, N ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അതിജീവനം സമഗ്ര ക്യാൻസർ നിർമ്മാർജ്ജന പദ്ധതിക്ക് ഈ മാസം 27-ന് തുടക്കമാകും. പദ്ധതിയുടെ ലോഗോ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു. 27-ന് ആരംഭിക്കുന്ന സമഗ്ര ക്യാൻസർ നിർമ്മാർജ്ജന പദ്ധതിയുടെ ലോഗോ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K നാരായണൻ അധ്യക്ഷനായി. C രവി, ഡോക്ടർ DG രമേശ് തുടങ്ങിയവർ സംസാരിച്ചു.
പദ്ധതിയുടെ ഭാഗമായുള്ള ഒപ്പുമരം ചെറുവത്തൂർ ഓട്ടോ സ്റ്റാൻഡിന് സമീപം അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി 27 ഉച്ചയ്ക്ക് പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മുതൽ ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ ശില്പശാലയും നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രം മാർച്ച് 1 പ്രവർത്തനം ആരംഭിക്കും. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രഭാകരൻ കമ്മീഷൻ ശുപാർശ പ്രകാരം കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവേഷണ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. യക്ഷഗാന മ്യൂസിയവും ലൈബ്രറിയും ഉൾപ്പെടുന്നതാണ് യക്ഷഗാന ഗവേഷണ കേന്ദ്രം. കോളേജിലെ കന്നഡ പഠന വിഭാഗത്തോട് ചേർന്നാണ് ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. മ്യൂസിയത്തിൽ യക്ഷഗാന വേഷഭൂഷങ്ങൾ, അടയാഭരണങ്ങൾ, കിരീടങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കും. മാർച്ച് 1 എന്നെ നെല്ലിക്കുന്ന് MLA യക്ഷഗാന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട്, കർണാടക യക്ഷഗാന അക്കാദമി മെമ്പർ താരാനാഥ് വോർക്കാടി എന്നിവർ മുഖ്യാതിഥികളായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. യക്ഷഗാന റിസർച്ച് സെന്ററിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മാർച്ച് 1 തീയതി 9:30 ബഹുമാനപ്പെട്ട MLA ശ്രീ എന്നെ നെല്ലിക്കുന്നിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം നിർവഹിക്കുന്നതാണ്. ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഈ ഉദ്ഘാടന വേളയിൽ സംബന്ധിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ PA ശിവരാമകൃഷ്ണൻ, ഡോക്ടർ രത്നാകരൻ മല്ലമൂല, K ബാലകൃഷ്ണൻ, പ്രശാന്ത് ഹൊള്ള എന്നിവർ പങ്കെടുത്തു. വാഴുന്നോറടി സ്വരലയ സാംസ്കാരിക വേദിയുടെ രജത ജൂബിലി ആഘോഷം 28-ന് തുടങ്ങും. സ്വരലയം 2016 ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായ വാഴുന്നോറടി സ്വരലയ സാംസ്കാരിക വേദി രജത ജൂബിലി ആഘോഷിക്കുകയാണ്. ആഘോഷത്തിന്റെ ഭാഗമായി 28-ന് സ്വരലയം 2016 സംഘടിപ്പിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി വൈകിട്ട് 6-ന് ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ഉദ്ഘാടനം വരുന്ന ഞായറാഴ്ച 28-ാം തീയതി വൈകുന്നേരം 7:30 വാഴന്നോടി വെച്ച് നടക്കുകയാണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മുഖ്യാതിഥിയായി എൻഡോസൾഫാൻ വിരുദ്ധ സമരനായിക മുനീസ അമ്പലത്തറ പങ്കെടുക്കുന്നു. എൻഡോസൾഫാൻ വിരുദ്ധ സമര നേതാവ് മുനീസ അമ്പലത്തറ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് കോഴിക്കോട് രംഗഭാഷിയുടെ സത്യവാൻ സാവിത്രി നാടകവും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. അനിൽ വാഴുന്നോറടി, സ്വരലയ പ്രസിഡന്റ് മനോഹരൻ, KV ബാലകൃഷ്ണൻ, MP മധു തുടങ്ങിയവർ പങ്കെടുത്തു. 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ 5-6 തീയതികളിൽ പാലക്കുന്ന് അംബിക സ്കൂളിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായി താഴെത്തട്ടിൽ ഒരുക്കം സജീവം. കേരളത്തിലെ പന്തൽ, ഡിന്നർ സെറ്റ്, ലൈറ്റ് ആൻഡ് സൗണ്ട് വാടക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉടമകളുടെ സംഘടനയാണ് കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും വാടക സ്റ്റോറുകളെ ആശ്രയിക്കുന്നു. എല്ലാവരും വാടക സ്റ്റോർ ഉടമകളുടെ സാധനങ്ങളെ ആശ്രയിക്കുന്നു. എല്ലാവരും വാടക സ്റ്റോർ ഉടമകളെയും അതിലെ തൊഴിലാളികളെയും ആശ്രയിച്ച് കഴിയുന്നവരാണ് കേരളീയ സമൂഹം. എന്നാൽ ഇന്ന് കേരളീയ സമൂഹത്തിന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ജനപക്ഷ ആനുകൂല്യങ്ങൾ ഇത് വാടക രംഗത്ത് ലഭിക്കുന്നുണ്ടോ? എന്നാൽ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു ദുഃഖസത്യമായി നിലനിൽക്കുന്നത്. P കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. KV ഷിബു, ജമാൽ, SS ഹംസ, M നാരായണൻ, ജവഹർ മുരളി, V ഷാഹു ഹമീദ്, T കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. സിവിക് കൊടക്കാട് സ്മാരക പുരസ്കാരം കൊട്ടയൻ കുഞ്ഞിരാമൻ ഏറ്റുവാങ്ങി. കലാരംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് കുഞ്ഞിരാമൻ മാസ്റ്റർക്ക് പുരസ്കാരം സമ്മാനിച്ചത്. പൊള്ളപ്പൊയിൽ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കരിവള്ളൂർ മുരളി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കലയുടെയും സംസ്കാരത്തിൻ്റെയും നാടകത്തിൻ്റെയും ഒക്കെ മണ്ഡലങ്ങളിൽ അതിനു മുമ്പേ നടന്നുപോയ
കോട്ടയം കുഞ്ഞിരാമമാഷയും നമ്മെ വിട്ടുപിരിഞ്ഞ സി കുഞ്ഞിരാമമാഷയും സിവിക്ക് കൊടക്കാട് എന്ന നാടകകാരൻ, നടൻ, സംവിധായകൻ, എഴുത്തുകാരൻ, ഫോക്ലോറിസ്റ്റ്, വിഷചികിത്സകൻ, അധ്യാപകൻ, സംഘാടകൻ, ഇങ്ങനെ സർവമണ്ഡലങ്ങളിലും പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരു ചെറിയ യോഗമാണെങ്കിൽ പോലും അവിടുത്തെ ഏറ്റവും പ്രസന്നമായ സാന്നിധ്യങ്ങളിലൊന്നാണ് സി കൊടക്കാട് മാഷ്. കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം കുഞ്ഞിരാമൻ മാസ്റ്റർ, വാസു ചോറോട്, പി നാരായണൻ അടിയോടി മാസ്റ്റർ, എം രാമചന്ദ്രൻ, പി രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സിവിക് കൊടക്കാടിന്റെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങളാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. നേരോത്ത് പെരട്ടൂർ കൂലം ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ബാലാലയ പ്രതിഷ്ഠ നടന്നു. നേരോത്ത് ശ്രീ പെരട്ടൂർ കൂലം ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബാലാലയ പ്രതിഷ്ഠ നടന്നു. ആലമ്പാടി ഇല്ലം ബ്രഹ്മശ്രീ പത്മനാഭ തന്ത്രികളുടെ മഹനീയ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബാലാലയ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് സുദർശന ഹോമം, മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവ നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രദേശത്തെ നിരവധി ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ശ്രീ ത്യാഗരാജ പുരന്ദരദാസ സംഗീതാരാധനയുടെ ഭാഗമായി ശ്രീ രാജരാജേശ്വരി സിദ്ധിഗണേശ ക്ഷേത്രത്തിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സംഗീതജ്ഞൻ TP ശ്രീനിവാസൻ സംഗീത കച്ചേരി അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം. ബീഡി തൊഴിലാളി പ്രക്ഷോഭം തുടങ്ങി. ജില്ലയിൽ സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച്. വിവാഹ ഏജന്റുമാർക്കും ഏജൻസികൾക്കും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. നഗരപാതകളും ഗ്രാമപാതകളും താണ്ടി റിച്ചു ബസ് ഓടുന്നു. അനൈമോന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ. മുനിസിപ്പൽ ചെയർമാൻ ചേംബർ പ്രസിഡന്റായി VV രമേശൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് സ്വീകരണം. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം. കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഫ്ലാഷ് മോബ്. അസംബ്ലി മണ്ഡലങ്ങളിൽ കലാസംഘത്തിന്റെ പര്യടനം. കോട്ടച്ചേരി മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം. BMS സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.